Good afternoon all. Good afternoon. Unmute അല്ലേ നിങ്ങളുടെ വോയിസ്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Good afternoon. കേട്ടില്ല നോക്കിട്ട് അൺമ്യൂട്ട് അല്ലേ വോയിസ്? ലാസ്റ്റ് ടൈമിലും ഫസ്റ്റ് സമയത്ത് എന്താണ് സ്റ്റാർട്ടിംഗ് ടൈമിലൊക്കെ അൺമ്യൂട്ടാണ്. ആ ടൈമിലൊക്കെ ക്ലാസ്സിൽ കയറുന്ന ടൈമിലൊക്കെ നമുക്കൊന്ന് എന്താ പറയാ എല്ലാവരെയും കണ്ട് നമുക്ക് ക്ലാസ്സിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിലും വോയിസ് കൊണ്ടെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യല്ലേ, കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് വോയിസ് അൺമ്യൂട്ട് അല്ലേ ഇപ്പോ? ഓക്കെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പറയാ ക്ലാസ് ഒന്നിച്ച് കോപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ കാണുന്നില്ല അല്ലെ, എന്തെങ്കിലുമൊക്കെ വോയിസ് പറയുമ്പോഴോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോഴാണ് നിങ്ങളുടെ റിയാക്ഷൻ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ട്, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, എനിവേ എന്തായാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചായിരുന്നോ? ഓക്കെ, എവിടം വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്? എവിടം വരെയാണ് എടുത്തു നിർത്തിയത്? ഓർമ്മയുണ്ടോ? ബെനിഫിറ്റ്സ്. നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? വിഡ്രോവൽ ബെനിഫിറ്റ്സ് വരെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് സർവീസ് ആൻഡ് സർവീസ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താ പറയാ എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് അതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. നമുക്കറിയാം അവിടെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഒരുപാട് ബെനിഫിറ്റ്സുകളെല്ലാം ഫ്രഞ്ച് ബെനിഫിറ്റ്സുകളെല്ലാം കൊടുക്കുന്ന കാര്യമൊക്കെയാണ്. അപ്പൊ പ്രധാനമായിട്ടും അവരുടെ താല്പര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അല്ലെ, ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും സേവനങ്ങളൊക്കെ ഏത് രീതിയിലാണ് അവർക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അവർക്ക് എപ്പോഴും ഏറ്റവും യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റുന്നത് അല്ലെ, ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബെനിഫിറ്റ്സുകളാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഒപ്പം ഇങ്ങനെ ബെനിഫിറ്റുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്, തൊഴിലുടെ ഒരുപാട് നഷ്ടങ്ങൾ വരുത്താൻ പാടില്ല അല്ലെ. ഇപ്പൊ കോസ്റ്റും അതേമാതിരി തന്നെ ബെനിഫിറ്റ്സും എംപ്ലോയർ മുടക്കുന്ന കോസ്റ്റിനനുസരിച്ചിട്ട് എന്തെങ്കിലും എംപ്ലോയിക്ക് നല്ല റിട്ടേൺസ് ഉണ്ടാവണം. തീർച്ചയായിട്ടും ഒന്നില്ലെങ്കിൽ എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആയിട്ടെങ്കിലും വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം അനുകൂലമാക്കണം അല്ലെ. സാറ്റിസ്ഫൈഡ് ആയിട്ട് എംപ്ലോയി വർക്ക് ചെയ്താൽ നമുക്കറിയാം നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് കൈകാര്യം ചെയ്തിട്ട് ഓവറോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോസ്റ്റും ബെനിഫിറ്റ്സും തമ്മിൽ ഈക്വലൈസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. Different type of benefits are an integral part of the total reward system. There must be a match between the benefits plans and the organizational objectives of the firm. Okay, നമ്മള് കണ്ടു എന്താണ് ഒരുപാട് റിവാർഡുകൾ കൊടുക്കാൻ വ്യത്യസ്ത തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. സൊസൈറ്റി രൂപ ലോൺ അല്ലെ, എഡ്യൂക്കേഷൻ ലോൺ പ്രൊസീജിയേഴ്സ് വരെ നമ്മൾ പലതരത്തിലുള്ള ബെനിഫിറ്റ്സുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കണ്ടു.
അപ്പൊ ഇങ്ങനെ ഏത് തരത്തിലുള്ള ബെനിഫിറ്റ്സുകളും അല്ലെങ്കിൽ പാരിതോഷികങ്ങളൊക്കെ കൊടുത്താലും പലതരത്തിലുള്ള സിസ്റ്റങ്ങൾ ഉപയോഗിച്ചിട്ട് കൊടുത്താലും അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം there must be a match between benefit plans and the organization objectives of the firm. എപ്പോഴെന്താണോ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ബെനിഫിറ്റ്സുകളാണോ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ. മറ്റു കമ്പനികൾ ഒരുപാട് ഓഫറുകൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ കുറെ ഓഫറുകൾ നമ്മുടെ കമ്പനിയും അവിടെയുള്ള എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കാതെ അതിന് മേഖലകളെ നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എന്താണ് ഒരു പിടി പേര് പോകാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ബെനിഫിറ്റ്സുകളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നു. These goals can be fulfilled by establishing operational objectives for the benefit plans and then creating such a plan which has the capabilities of meeting these objectives. Okay. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെ ഒരു സ്ഥാപനമാണെങ്കിൽ എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടാവും. ചിലപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ അതല്ലെങ്കിൽ സർവീസ് ആയിട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആവാം. ഇവയെ അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അത് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ അല്ലെ, അത് തന്നെ മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിരിക്കണം. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബെനിഫിറ്റുകളാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം അല്ലെ. നമ്മളൊരു ബെനിഫിഷ്യൽ പ്ലാൻ സൃഷ്ടിക്കുമ്പോഴും ഒരുപക്ഷെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ട്രാവലിംഗ് അലവൻസ് പ്രൊവൈഡ് ചെയ്യാനോ ക്യാൻറ്റീൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാനോ അങ്ങനെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അത് ആലോചിക്കുമ്പോൾ അത് സൃഷ്ടിക്കുമ്പോഴും തീർച്ചയായിട്ടും എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നേടാനായിട്ടുള്ള കേപ്പബിലിറ്റീസ് അല്ലെ, അവിടെ തീർച്ചയായിട്ടും അതിന് കപ്പാസിറ്റി ഉള്ള കാര്യങ്ങൾ തന്നെയാണോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. In certain cases, the appropriate designing of this type of benefits plans is seen as a one-time decision making rather than as a continuous developing process. നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു കാര്യത്തില് നമ്മളൊരു ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലെങ്കിൽ എന്താണ് അത് അവർ ആ ആനുകൂല്യത്തില് മാത്രം ഒതുക്കി തീർക്കാൻ പറ്റില്ല അല്ലെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ആ പ്രോസസ്സിനെ കണ്ടിന്യൂവേഷൻ നടത്തിയിട്ട് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തണം അല്ലെ. ചെറിയ ചെറിയ തുടക്കം അല്ലെ, തുടക്കം എന്നൊന്നും ചിലപ്പോൾ വേണമെങ്കിൽ എംപ്ലോയർ ആയിരിക്കും ആദ്യം കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതേപോലെ തന്നെ ഇവരിൽ നിന്ന് ഒരു നിശ്ചിത ആനുകൂല്യം മാത്രം അല്ലെ കൈപ്പറ്റുകയായിരിക്കും. ചിലപ്പോൾ കുറച്ചും കൂടി എന്താണ് എംപ്ലോയറുടെയും കൂടി ഒരു വിഹിതങ്ങൾ അല്ലെ, നമ്മളിപ്പോ ഒരു ടൂറൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ എംപ്ലോയർ തന്നെയായിരിക്കും അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുഴുവൻ മുടക്ക് മുതൽ ഏർപ്പെടും. അവിടെ ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ എന്താണ് അവിടെയുള്ള എംപ്ലോയീസിൽ നിന്നും ഒരു നിശ്ചിത തുക ചിലപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ മൊത്തം മുതൽ മുടക്ക് നടത്തിയിട്ട് അല്ലാത്ത രീതിയിൽ പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള രീതിയിലും ചെയ്യാം. ചിലപ്പോ എന്താണ് ആദ്യ കാലങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു ഈവനിങ് പരിപാടി ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. അത് ഇച്ചിരി കൂടി നല്ല എഫേർട്ടീവ് അല്ലെ, നല്ല ആക്റ്റീവായിട്ട് അവർക്ക് അവരുടെ ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ഡെയിലി പ്രോഗ്രാം ആയിട്ട് സംഘടിപ്പിക്കാം അല്ലെ. അപ്പൊ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഇത്തരം ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ശ്രദ്ധിക്കേണ്ടതുണ്ട്. In fact, the benefit plans which were suitable for the workforce of previous years may not provide the same results for the present or future employees. Okay, നമ്മളിപ്പോ പണ്ട് എന്തൊക്കെയോ ഒരു ബെനിഫിറ്റ്സുകൾ ഒരു ഇൻഡസ്ട്രിയിൽ അവരുടെ എംപ്ലോയീസിനെ ലഭ്യമാക്കി എന്ന് ഓർത്ത് അത് തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണം എന്ന് നിർബന്ധമില്ല അല്ലെ. പഴയ കാലത്തെ ബെനിഫിറ്റ്സുകളൊക്കെ ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്നതിൽ വലിയ കാര്യമുണ്ടോ? അപ്പൊ മാറ്റങ്ങൾ ഉണ്ട് അല്ലെ, ഇല്ലേ, വ്യത്യസ്തമല്ലേ ആണോ? ഇപ്പൊ നമുക്കറിയാം എന്താണ് നമ്മുടെ കയ്യിലിരിക്കുന്ന എന്താണ് മൊബൈലിന്റെ ഉപയോഗങ്ങൾ തന്നെ വരെ വ്യത്യാസമായി അല്ലെ. ഇപ്പൊ നമ്മളുടെ ആ പഴയ കാലഘട്ടത്തിലുള്ള മാനുവലി ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാംസുകൾക്കല്ല പ്രാധാന്യം അല്ലെ. കുറച്ചും കൂടി എന്താണ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകളാണ് സെറ്റ് ചെയ്തിട്ട് അവരെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ എല്ലാ കാര്യത്തിലും പഴയ രീതിയൊന്നും ഫോളോ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കരുത് അല്ലെ. വ്യത്യസ്തങ്ങൾ ആയിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഫ്യൂച്ചറിൽ ഭാവിയിലാണെങ്കിലും ആ ഒരു പ്രസന്റ് നിലവിലുള്ള ഒരു രീതിയിൽ നിന്ന് മാറ്റങ്ങൾ ഭേദഗതികളൊക്കെ വരുത്തിയിട്ടായിരിക്കണം ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളൊക്കെ സൃഷ്ടിക്കാനായിട്ട്. ക്ലിയർ ആവുന്നില്ലേ? ഓക്കെയാണോ? ഓക്കെ. There must be a proper administration of benefits and service by the organization, as there can be incidents of long
and civil penalties for those organizations which do not properly administer benefit and service. Okay, നമുക്കറിയാം ചിലപ്പോഴൊക്കെ നിയമപരമായിട്ടുള്ള കുറെ ബെനിഫിറ്റുകളെല്ലാം അല്ലെ, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിറ്റുകളൊക്കെ തീർച്ചയായിട്ടും എന്താണ് നിയമപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ അവിടെയുള്ള എംപ്ലോയീസ് അറിയിക്കുന്നതാണ് അല്ലെ. സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റിൽ നമ്മൾ ഏതൊക്കെ പെടുത്താൻ സാധിക്കും? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എന്താ പറയാമോ? സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്, അതായത് നിയമപരമായിട്ടുള്ള അവകാശം എന്ന നിലയ്ക്കുള്ള ഒരു എംപ്ലോയിന് ചില ഇത്രയും അംഗങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ചില ബെനിഫിറ്റ് പാക്കേജുകൾ അവർക്ക് അർഹതപ്പെട്ടതാണ്. അങ്ങനെ ഏതെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജിനെ കുറിച്ച് അറിയാമോ? നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് എടുത്തതാണ്. 3 തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ ഉണ്ട്. വോളണ്ടറി ബെനിഫിറ്റ്സ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്സ് ഉണ്ട്, നെഗോഷിയേഷൻ അഗ്രിമെന്റ്, PF. ഓക്കെ, PF ഒരു സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ് ആണ്. ഓക്കെ, ഗുഡ്. അപ്പൊ അതായത് നമുക്കറിയാം അത് ഇത്രയും അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ, ഒരു കാൻഡിഡേറ്റ് സർവീസ് 250 അംഗങ്ങളേക്കാൾ മേലെയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന് അറിയിക്കപ്പെടുന്ന ഒരു സർവീസ് അല്ലെ, ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് ആണ് കാൻഡിഡേറ്റ് സർവീസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന് അർഹതപ്പെട്ടതാണ് PF ഒക്കെ. അതുപോലെയുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? There must be a proper administration of benefits and service to the organization as there can be incidents of lawsuits അല്ലെ. അവിടെ നിയമപരമായിട്ടുള്ള ഒരു വശത്തിന്റെ കീഴിൽ ഓർഗനൈസേഷനിലുള്ള കുറച്ച് ബെനിഫിറ്റ്സുകളെല്ലാം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ, രൂപപ്പെടുത്തേണ്ടതുണ്ട്. Then അതിൽ എന്താ പറയുക? Civil penalties for those organizations which do not properly administer benefits and services. അത് പ്രോപ്പറായിട്ട് ഭരണനിർവഹണത്തിൽ ഉൾപ്പെടുത്താതെ കൊണ്ട് നടക്കുന്ന സ്ഥാപനങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ പെനാൽറ്റീസ് ഒക്കെ അടയ്ക്കേണ്ടതായിട്ടുള്ള, പിഴ ചുമത്തുന്ന കാര്യങ്ങളൊക്കെ വരും, അതിന് ഫേസ് ചെയ്യേണ്ടതൊക്കെ വരും. അപ്പൊ തീർച്ചയായിട്ടും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിറ്റ്സുകൾ മസ്റ്റ് ആയിട്ടും അവിടെയുള്ള എംപ്ലോയീസ് അറിയിക്കുന്നതാണ്. അത് നല്ല രീതിയിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് ഓരോ ഓർഗനൈസേഷന് മുന്നോട്ട് പോകേണ്ടതാണ്. ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്റർ or human resource manager can prove to be a less costly solutions. നമുക്കറിയാം ഇവിടെ ഒരു ചെറിയ നിശ്ചിത സൊല്യൂഷൻ കോസ്റ്റ് ഈടാക്കിക്കൊണ്ട് തന്നെ ഒരു നിശ്ചിത ശതമാനം അല്ലെ പൈസ നിരക്ക്, അതായത് അധികം ചെലവില്ലാതെ തന്നെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം ഹ്യൂമൻ റിസോഴ്സ് മാനേജർ നടപ്പാക്കി കൊണ്ടുപോകേണ്ടതാണ്. The activities of developing and managing the benefits for employees are taken care of by the benefits administrator. നമുക്കറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ തീരുമാനിക്കേണ്ടത് അതൊക്കെ നടപ്പാക്കി അല്ലെ, കൃത്യമായിട്ട് നടപ്പാക്കി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് മാനേജറിന് അല്ലെ അറിയിപ്പൊക്കെ കൊടുക്കേണ്ടത് നമുക്കറിയാം അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അല്ലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിലുള്ളവരാണ്. അവർ തീർച്ചയായിട്ടും ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്ത് കൃത്യമായിട്ട് തന്നെ എന്താണ് ഇൻഫോം ചെയ്ത് നടപ്പാക്കി കൊണ്ടുപോകേണ്ടതാണ്. And he is also responsible for communicating to the employees about the manner in which the benefit programs function along with the different standards which must be met by an employee to acquire these benefits. Okay, നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്തത് അല്ലെ, കൃത്യമായിട്ട് നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിനും ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിനൊക്കെയുള്ള ഐഡിയാസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും അവരെ ബോധവാന്മാരാക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള വ്യക്തികൾക്ക് തന്നെയാണ്. In most of the large organizations, benefit administration is a part of the human resource department. നമുക്കറിയാം അല്ലെ, വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് ഒരു വിങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ, ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതേത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? ചെറിയ ചെറിയ ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഇത് എല്ലാ കൂട്ടിയും ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും പേഴ്സൺ ആയിരിക്കും. അതേസമയം ഇങ്ങനെ അല്ലെ വലിയ വലിയ ഓർഗനൈസേഷൻ ഒക്കെ HR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ. അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം HR ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ നേരത്തെ തന്നെ അല്ലെ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താന്നുള്ള കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. Okay, on the other hand, small organization, the responsibility of a benefit administrator is assigned to the individuals of a different division or areas.
ഓക്കെ, ഓരോ ഏരിയയിലും അവരെ ഏത് വ്യക്തിയാണോ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് ആ വ്യക്തിക്കായിരിക്കും ഒരു ചെറിയ ചെറിയ മേഖലകളിലാണ് എങ്കിൽ അല്ലെ, ചെറിയ ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിന്റെ റോള് ആരെയാണോ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കും അത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. Then most of time the benefit administrator is involved in the coordination of the existing benefit plans. Okay. നിലവിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാനുകളെല്ലാം അല്ലെ, അത് ആ പ്ലാനിങ് ഒക്കെ അറിയിക്കപ്പെടുന്നവർക്കൊക്കെ കൃത്യമായിട്ട് കൊടുത്ത് അതിന് അല്ലെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഏകോപിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേറ്ററിൽ നിഷിദ്ധമായിരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും ആ ഒരു ഡ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ നിർവഹിക്കാനായിട്ട് പര്യാപ്തനാണ്. ഇപ്പോ നമ്മള് ഇപ്പൊ കണ്ട ഒരു പോയിന്റിൽ എന്താണ് നമ്മള് മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് നമ്മൾ കണ്ടു. എന്താണ് പലതരത്തിലുള്ള ബെനിഫിറ്റ്സുകളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിങ്ങനെ അതേപോലെ പണ്ടത്തെ മാത്രം തന്നെ ഫോളോ ചെയ്യുന്ന ഒരു രീതിയൊന്നും ആവരുത്. ഫ്യൂച്ചറിനെയും കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയുള്ള രീതിയിലായിരിക്കണം ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ തീരുമാനിക്കാനായിട്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം കോസ്റ്റും കൂടി കൺസിഡർ ചെയ്ത് അതേമാതിരി തന്നെ അവിടെയുള്ള എംപ്ലോയീസിന് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണോ, അതേമാതിരി തന്നെ ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണോ എന്നൊക്കെ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. വീണ്ടും നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ഇൻ കേസ് അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് പോയില്ല എങ്കിൽ പെനാൽറ്റീസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അതിന്റെ ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതേമാതിരി തന്നെ ചെറിയ ചെറിയ ഓർഗനൈസേഷനിലാണ് ഇത്തരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആകണം. അദ്ദേഹമായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ലിസ്റ്റ് വായിച്ചു നോക്കാം. നോട്ട് ചെയ്തില്ലേ? ഞാനോ കണ്ടിന്യൂ ചെയ്തോട്ടെ? ചെയ്തോട്ടെ? വായിച്ചു നോക്കിയോ? എന്തെങ്കിലും പറയാം, പ്രോഗ്രാമിംഗിൽ കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യാട്ടോ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും എടുക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ഡൗട്ടായിരിക്കും. അപ്പോ വീണ്ടും പറയേണ്ടതുണ്ടെങ്കിൽ വീണ്ടും പറയാനുള്ള ഒരു ഒന്നുകൂടി മോഡോ എന്തെങ്കിലും നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെയാണ്. കഴിക്കുന്നുണ്ട്. മെസ്സേജ് ഇടാൻ പരമാവധി ശ്രമിക്കുക. നെക്സ്റ്റ് നോക്കാം. ഡിസൈഡിങ് റെസിപ്പിയൻസ് ഓഫ് ബെനിഫിറ്റ്സ്. അതായത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസിഡറേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബെനിഫിറ്റ്സ് ആൻഡ് സർവീസസ് ആർ സ്റ്റേറ്റഡ് ബിലോ. അതായത് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അത് ആർക്കൊക്കെയാണ് നൽകേണ്ടത് അല്ലെ? പ്രധാനമായിട്ടും നമ്മളിങ്ങനെ ഒരു പ്ലാൻ ബെനിഫിഷ്യൽ പ്ലാൻ ഒരു തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യം ഏതൊക്കെ ബെനിഫിറ്റ് പ്ലാൻ കൊടുക്കാം എന്നുള്ളതിനേക്കാൾ ഉപരി ആർക്കൊക്കെയാണ് ഈ ബെനിഫിഷ്യൽ പ്ലാനിൽ കൊടുക്കേണ്ടത് അല്ലെ? അവിടെയുള്ള എംപ്ലോയീസിന് കൊടുക്കണോ, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആയിട്ടുള്ള പേഴ്സൺസിന് കൊടുക്കേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ വന്നോ അവിടെ നിന്ന് പോയ വ്യക്തികളോ അല്ലെങ്കിൽ അവരുമായി ആശ്രയിച്ച് കഴിയുന്ന എന്തെങ്കിലും കുടുംബാംഗങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ടോ, അങ്ങനെയൊക്കെ ഏത് രീതിയിലാണോ നമ്മൾ ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കുന്നത് അതിന്റെ ഒരു
കൃത്യമായിട്ട് മാർക്കറ്റിൽ ആ കമ്പനി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അല്ലെ നല്ല കാൻഡിഡേറ്റ്സിനൊക്കെ നമ്മൾ നല്ല ഓഫറുകളൊക്കെ കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും കമ്പനി അത് എന്താ പറയുക പലതരത്തിലുള്ള കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഓഫറുകൾ കൊടുക്കുമ്പോൾ ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ഇന്ന കമ്പനിയിൽ ജോലി ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കും അല്ലെ. ഒരുപാട് ബെനിഫിഷ്യൽ പാക്കേജുകൾ ഉണ്ട് എന്നുള്ളത് കൺസിഡറേഷനിൽ തന്നെ സാലറിക്ക് അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആയതുകൊണ്ട് തന്നെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ എന്താണ് ഇത്തരം കമ്പനികളിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെടും. അപ്പൊ ഈ ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കുമ്പോൾ എന്താണ് പല കാര്യങ്ങളെ കുറിച്ചും ആലോചിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസൈഡിങ് റെസിപ്പിയൻസ് ഓഫ് ബെനിഫിറ്റ്സ്. ആരാണ് ഇതിനൊക്കെ അർഹതപ്പെടേണ്ടവർ അല്ലെ, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ. The different categories of employees who can be a part of overall benefits program offered by the firm must be decided by an employer as a constituent of accomplishing the objectives of benefit plans. അതായത് നമുക്കറിയാം പലതരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് ഇവർക്ക് ലഭ്യമാകുന്നത് അല്ലെ. അപ്പൊ ഈ ആനുകൂല്യങ്ങളും സേവനങ്ങളും അത് ആർക്കൊക്കെയാണ് നല്ല കൃത്യമായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം ലഭ്യമാക്കിയാൽ മാത്രമാണ് നമുക്കറിയാം അതിന് ഓർഗനൈസേഷൻ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുള്ളൂ. എങ്കിൽ അത് മാത്രമല്ല നല്ലൊരു മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ ഉള്ള ഒരു കമ്പനി ആക്കി എടുക്കണം അല്ലെ. അപ്പൊ അതിന് ഏതൊക്കെ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ആർക്കൊക്കെ നൽകണമെന്ന് കൃത്യമായിട്ട് ആലോചിക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് an employer as a pursuant of accomplishing the objectives of a benefit plan. ഈ പ്ലാന് ആർക്കൊക്കെ ഇതിന്റെ ലക്ഷ്യങ്ങൾ അല്ലെ, ഇതിന്റെ ആനുകൂല്യങ്ങൾ, ഈ ആനുകൂല്യങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് മൊത്തത്തില് ആനുകൂല്യങ്ങൾ ഇതാർക്ക് ലഭ്യമാക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പം അതിൽ എന്തൊക്കെ ആരൊക്കെയാണ് പെടുന്നത് എന്നുള്ള കാര്യമാണ് താഴേക്ക് വിവരിക്കുന്നത്. ഫോളോയിങ് ആർ ഇൻക്ലൂഡ്സ് ഇൻ ദിസ്. ഫസ്റ്റ് വൺ ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ്. അതായത് ആക്റ്റീവായിട്ട് നിലവിലുള്ള ഫുൾ ടൈം എംപ്ലോയീസ് ഡ്യൂട്ടി ചെയ്യുന്ന എംപ്ലോയീസ്. ഡിപെൻഡ്സ് മെമ്പർ ഓഫ് ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ്. അതായത് ഈ ഫുൾ ടൈം എംപ്ലോയീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആശ്രിതർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാം എന്നുള്ള വ്യവസ്ഥകള്. ദെൻ എംപ്ലോയീസ് ഹു ഹാവ് റിട്ടയർഡ് ഫ്രം ദ ജോബ്. ജോലിയിൽ നിന്ന് വിട്ടുപോയ തൊഴിലാളികൾ അവർക്ക് ലഭ്യമാക്കാം എന്നുള്ളൊരു ബെനിഫിഷ്യൽ പാക്കേജുകൾ. ഒപ്പം ഡിപെൻഡ്സ് ഓഫ് റിട്ടയർഡ് എംപ്ലോയീസ്. അതായത് ഈ പറഞ്ഞ റിട്ടയർഡ് എംപ്ലോയീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആശ്രിതർ. ഓക്കെ. ദെൻ പാർട്ട് ടൈം എംപ്ലോയീസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് പാർട്ട് ടൈം ആയിട്ടുള്ള എംപ്ലോയീസ്. അതായത് നമുക്കറിയാം പള്ളികളൊക്കെ സ്കൂളിൽ എന്ന് പറഞ്ഞ എല്ലാം ഫുൾ ടൈം എംപ്ലോയീസ് അല്ല ഇല്ലേ. പാർട്ട് ടൈം ജീവനക്കാരില്ലേ ഉണ്ടോ? ഇച്ചിരി നേരമായത് കൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ പഠിക്കാൻ ഭയങ്കര നല്ല ബോറായിരിക്കും. തിയറി പേപ്പറൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ നമുക്കറിയാം പാർട്ട് ടൈം ആയിട്ടുള്ള ജീവനക്കാരുമുണ്ട് അല്ലെ. അപ്പൊ പാർട്ട് ടൈം എംപ്ലോയീസിന് ഞാൻ ലഭ്യമാക്കണമെന്ന് ചിന്തിക്കുന്നു. ഡിപെൻഡ്സ് ഓഫ് പാർട്ട് ടൈം എംപ്ലോയീസ്. അതുമാതിരി തന്നെ പാർട്ട് ടൈം ആയിട്ടുള്ള ജീവനക്കാർ ആശ്രിതർക്ക് വേണം. എംപ്ലോയി ഹു ആർ ഡിസേബിൾഡ്. ഓക്കെ. നമുക്കറിയാം എന്തെങ്കിലും അല്ലെ വൈകല്യങ്ങളൊക്കെ നിറഞ്ഞ വ്യക്തികൾക്ക്. സർവൈവർ ഓഫ് ഡിസീസ്ഡ് എംപ്ലോയീസ്. അതായത് ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ആശ്രിതർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടോ. ദെൻ എന്താണ് പറയുന്നത് എംപ്ലോയീസ് ഹു ഹാവ് ക്വിറ്റ് ദ എംപ്ലോയ്മെന്റ്. അതായത് ഓക്കെ എംപ്ലോയീസ് ഹു ഹാവ് ക്വിറ്റ് ദ എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റിൽ നിന്ന് പോയവർ അല്ലെ, നിർത്തിപ്പോയവർ. Then എന്താണ് ഡിപെൻഡ്സ് ഓഫ് എംപ്ലോയി ഹു ഹാവ് ക്വിറ്റ് ദ എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റ് നിർത്തിപ്പോയവരെ ആശ്രയിച്ചു കഴിയുന്ന ആശ്രിതർക്ക്. Then employees who are separated from the employment temporarily. Example employees on a family leave and okay. നമ്മളിപ്പോ ടെമ്പററി ആയിട്ട് വന്ന് കയറിയ എംപ്ലോയീസിനെ കൊടുക്കേണ്ടതുണ്ടോ അവരെ സംബന്ധിച്ചുകൊണ്ട്. ഡിപെൻഡ്സ് ഓൺ എംപ്ലോയി ഹു ആർ സെപ്പറേറ്റഡ് ഫ്രം എംപ്ലോയ്മെന്റ് ടെമ്പററി. ഓക്കെ. അവിടെ താൽക്കാലികമായിട്ട് എംപ്ലോയ്മെന്റ് വഴി ലഭ്യമാക്കുന്ന ജീവനക്കാരെ ആശ്രയിച്ച് കഴിയുന്ന അവര് അങ്ങനെ ആർക്കൊക്കെയാണ് ഈ തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ ലഭ്യമാക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യമായിട്ട് തന്നെ ചിന്തിക്കുന്നത്. എംപ്ലോയീസ് ബെനിഫിറ്റ് കൊടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് ആർക്കൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അനലൈസ് ചെയ്യേണ്ടത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത് കാണാറുണ്ട് അല്ലേ. അല്ലേ ഇവരൊക്കെ അറിയിക്കുന്നവരല്ലേ. എംപ്ലോയീസിന് മാത്രമാണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ കിട്ടാറ്.
ഇൻഷുറൻസ് സ്കീമിലൊക്കെ എംപ്ലോയീസിന് മാത്രമാണോ ബെനിഫിഷ്യൽ പാക്കേജുകൾ കിട്ടാറ്? ആണോ? അവരുടെ ആശ്രിതർക്കൊക്കെ കിട്ടാറില്ലേ? ഓക്കെ, അപ്പൊ അവരുടെ ആശ്രിതർക്കും ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കിട്ടും അല്ലെ. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള വ്യക്തികളെ, വിവാഹക്കാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് മനസ്സിലാക്കിയാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിറ്റർമിനിങ് ദ ഇൻക്ലൂഷൻ ഓഫ് റിട്ടയേഴ്സ് ഇൻ ദ പ്ലാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പദ്ധതിയിൽ വിരമിച്ചവരെ ഉൾപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ളവരെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നോക്കാം. ഇറ്റ് ഈസ് കോമൺ ഫോർ മേജർ ബെനിഫിറ്റ്സ് ടു പ്രൊവൈഡ് ടു ദ എംപ്ലോയീസ് ആൻഡ് സം പോർഷൻ ഈസ് given to the depends of employees like medical expense coverage. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങൾക്കൊക്കെ ആശ്രിതർക്ക് പൊതുവെ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാണ് അല്ലെ. അത് കോമൺ ആയിട്ട് തന്നെ ഇപ്പൊ നടപ്പാക്കുന്ന ഒരു പോളിസിയാണ് ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത്. The remaining factors which must be taken care of when deciding whether to include other groups in this plan or not. ഓക്കെ, ഈ പ്ലാനില് നമുക്കറിയാം ഒരുപാട് ഫാക്ടേഴ്സ് അനലൈസ് ചെയ്തതിനു ശേഷമാണ് ഇതിൽ ഉൾപ്പെടുത്തണോ വേണ്ടതൊക്കെ തീരുമാനിക്കുന്നത് അല്ലെ. Attitude of the employer and the extent of protection provided under other plans like social security are two main consideration involved in this. Okay, പ്രധാനമായിട്ടും നമുക്കറിയാം ഒരുപാട് പ്ലാനുകളെല്ലാം ഇതിന്റെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ. അവിടെ സോഷ്യൽ വെൽഫെയർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വിച്ച് മസ്റ്റ് be taken care when decided whether to include other group in plan or not അല്ലെ. മറ്റു ഗ്രൂപ്പുകളും ഇതിനോട് ബന്ധപ്പെട്ടതായിട്ടുണ്ടോ? അതല്ല എങ്കിൽ നമുക്കറിയാം തൊഴില് അല്ലെ, നമുക്കറിയാം ആക്ച്വലി എപ്പോഴും എന്താണ് തൊഴിലുമായി ബന്ധത്തിയിട്ടാണ് എംപ്ലോയീസിന് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നത് അല്ലേ. അപ്പൊ അവിടെ തൊഴിലുടമയ്ക്ക് ഒരു മനോഭാവം ഉണ്ട്, അതൊക്കെ നൽകണം അല്ലെ. സമൂഹത്തില് സുരക്ഷ കാര്യങ്ങൾക്കൊക്കെ അല്ലെ, പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് അണ്ടർ ദ പ്ലാൻസ്. ചിലതിനൊക്കെ ഈ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, അവരുടെ ആരോഗ്യത്തിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുന്നത്. Then besides this, the role of central and state laws cannot be ignored അല്ലെ. നമുക്കറിയാം ചില നിയമങ്ങളൊക്കെ വശങ്ങളുണ്ട് അല്ലെ. പിന്നെ ഒരു സ്ഥാപനമാണെങ്കിൽ ഇന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ലോസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ആ ലോ അനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ അവർക്ക് കൊടുക്കണം അല്ലെ. അത് നിയമവശത്തിലുള്ള അതിന്റെ കീഴിലായതുകൊണ്ട് തന്നെ അത് കൊടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർ പെനാൽറ്റിയൊക്കെ കൊടുക്കേണ്ടതായിട്ട്. Then അത് കൂടാതെ besides this, the role of central and state laws cannot be ignored. For example, due to the family leaves law, some benefits still need to be provided. ചിലപ്പോ ഒക്കെ നമുക്കറിയാം അവധി കാര്യങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലെ, കൂട്ടത്തിൽ കുറച്ച് നാളത്തെ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തില് കുറച്ച് അവധി ആനുകൂല്യങ്ങളൊക്കെ ഇവർക്ക് ലഭ്യമാകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇൻഷുറൻസ് ക്ലെയിമിനോടൊപ്പം തന്നെ ചില ഇൻഷുറൻസ് ക്ലെയിമിനോടൊപ്പം തന്നെ അവധിയും കൂടി കൊടുക്കുന്നുണ്ട്. ഇത്ര സമയം അവർക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുന്നു, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവധി ദിനങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭ്യമാകുന്നുണ്ട്. ചിലത് ലോയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് അവിടെയുള്ള എംപ്ലോയീസിന് ലഭിക്കേണ്ടതാണ്. ചെയ്യണോ? നമ്മൾ ആദ്യം കണ്ടു ഏത് തരത്തിൽ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് കണ്ടു. പിന്നെ ചില പ്ലാനുകൾ നമ്മൾ കാണുന്നു. ചില പ്ലാനുകൾ നമുക്കറിയാം ലോയുടെ അടിസ്ഥാനത്തിലുള്ള പ്ലാനുകളാണ്. അപ്പൊ അത് അനുസരിച്ചിട്ട് ലോ പറയുന്നതനുസരിച്ച് കൊടുക്കാനും ബാധിച്ചതാണ് അല്ലെ. ചെയ്യണോ? നെക്സ്റ്റ് നോക്കാം. പ്രൊബേഷണറി പീരിയഡ്. എന്താണ് പ്രൊബേഷണറി പീരിയഡ് എന്ന് പറയുന്നത്? പ്രൊബേഷണറി പീരിയഡ് എന്ന് പറയുമ്പോ എന്തായിരിക്കും പ്രൊബേഷണറി പീരിയഡ്? ജോലിക്ക് പെർമനന്റ് ആയിട്ട് എടുക്കുന്ന ഒരു ടൈമാണോ? അല്ല അല്ലെ. പ്രൊബേഷണറി പീരീഡ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് സ്റ്റാഫ് ആണ് അല്ലെ. അങ്ങനത്തെ ഒരു ടൈമിൽ ഡ്യൂട്ടി ചെയ്യുന്നവരും അവര് അല്ലെ, അവരുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ as any kind of a claim which is resulted during
probation must be borne by the employee itself. It reduces the financial burden on the employees. നമുക്കറിയാം പ്രൊബേഷണറി പീരീഡ് എന്ന് പറയുമ്പോൾ അവിടെ പെർമനന്റ് സ്റ്റാഫ് ആണ് അല്ലെ. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ പ്രധാനമായ എംപ്ലോയീസിന് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ കിട്ടണമെങ്കിൽ അതിലെ കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും എംപ്ലോയീസ് തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. ഇത് എന്താണ് എംപ്ലോയീസ് ഹിംസെൽഫ് അല്ലെ. പ്രോബ്ലം മസ്റ്റ് ബി borne by the employee himself. Then it will reduce the financial burden on the employers. അങ്ങനെ വരുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കിയിരിപ്പ് വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഫിനാൻഷ്യൽ ബർഡൻ ആരെ ബാധിക്കുന്നില്ല? അല്ല, എംപ്ലോയീസ് ആണ് പ്രൊബേഷണറി പീരീഡില് കുറച്ചൊക്കെ എംപ്ലോയർ. ഓക്കെ, എംപ്ലോയറെ ബാധിക്കുന്നില്ല അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് റെഡ്യൂസ് ദ ഫിനാൻഷ്യൽ ബർഡൻ ഓൺ ദ എംപ്ലോയേഴ്സ്. ഓക്കെ, എംപ്ലോയേഴ്സിനെ ഒരുപാട് ഫിനാൻഷ്യലി ബർഡൻ ആക്കുന്നില്ല. എ പാർട്ട് ഫ്രം ദ ചാൻസ് ഓഫ് adverse selection are also reduced into probationary period. നമുക്കറിയാം അല്ലെ, അവിടെ തീർച്ചയായിട്ടും എന്താണ് adverse സെലക്ഷൻ അല്ലെ, അത് വരുമ്പോഴും തന്നെ അവിടെ എന്താണ് പ്രൊബേഷണറി പീരീഡിലെ ചെലവ് കുറച്ച് പോകാനായിട്ട് സാധിക്കുന്നു. There will also be reduction in the administrative cost for managing those employees who terminate employment immediately after they join the organization. Okay, നമുക്കറിയാം അപ്പൊ അങ്ങനെ വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കോസ്റ്റും റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല വേണമെങ്കിൽ അല്ലെ ആയിട്ട് എന്താണ് മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷനുകളൊക്കെ സ്വീകരിക്കാനും സാധിക്കും. ഇൻഫാക്ട് ദ new employees who have some claims are faced with a few financial challenges as they are not eligible for any kind of a benefit plan. Okay, benefit പ്ലാൻസുകളെല്ലാം പ്രൊബേഷണറി പീരീഡിലൊക്കെ എന്താണ് അവിടെയുള്ള എംപ്ലോയീസിൽ നിന്നും എല്ലാം അറിയിക്കപ്പെടണമെന്നില്ല. അങ്ങനെ അറിയിക്കപ്പെടണമെങ്കിൽ തന്നെ അവരുടെ കോൺട്രിബ്യൂഷനോട് കൂടിയിട്ടാണ് അവർക്ക് അതിനുള്ള അർഹത ഉണ്ടാകുന്നത്. കേടാവുന്നില്ലേ? ഓക്കെ, അപ്പൊ നമുക്കറിയാം എപ്പോഴും ചില കമ്പനികളൊക്കെ എന്താണ് പ്രൊബേഷണറി പീരീഡിൽ ഇടും അല്ലെ, എപ്പോഴും അങ്ങനെ കിടക്കും. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഫിനാൻഷ്യൽ ബർഡൻ അവിടെയുള്ള എംപ്ലോയേഴ്സിന് വഹിക്കേണ്ടി വരുന്നുണ്ട്. The implementation and the time frame of a probationary period is reduced particularly in the medical expense plans, except the condition of a high turnover, as most of the organizations are trying to attract new talent. Okay, നമുക്കറിയാം ഇവിടെ പ്രൊബേഷണറി പീരീഡില് എന്താണ് റെഡ്യൂസിംഗ് particularly in the medical expenses plans അല്ലെ. അവിടെ തീർച്ചയായിട്ടും എന്താണ് മെഡിക്കൽ എക്സ്പെൻസിനെയാണ് കൂടുതലായിട്ട് ഇത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മെഡിക്കൽ എക്സ്പെൻസ് കുറച്ച് രീതിയിൽ അല്ലെ, കുറഞ്ഞ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുള്ളൂ. And expecting conditions of a high turnover, as most of the organization are trying to attract new talent. അതായത് ഇങ്ങനെ നമുക്ക് കിട്ടുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ മറ്റുള്ളവരെ നന്നായിട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്, ഒരുപാട് ഓഫറുകളൊക്കെ ലഭ്യമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവര് നമ്മുടെ കമ്പനിയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ അതേപോലെ തന്നെ ഇവിടുന്ന് വിട്ടുപോകാതിരിക്കാനായിട്ട് അവരുടെ എംപ്ലോയീസ് മെനക്കിടും അല്ലെ. അവർക്ക് ചെറിയ ചെറിയ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. പക്ഷെ അവിടെ തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയറിന് അത് ബർഡൻ ആവുന്നില്ലാത്ത രീതിയിലാണ്. പക്ഷെ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇപ്പൊ നമുക്കറിയാം ആ ടൈമിൽ എന്താണ് അവർക്ക് ഒരുപാട് അല്ലെ എക്സ്പീരിയൻസുകളൊക്കെ ലഭ്യമാകുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ ഒരുപാട് നിബന്ധനകളൊന്നും ഇല്ലാതെ തന്നെ കൈകാര്യം പോകുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ പ്രൊബേഷണറി പീരീഡിനെ കുറിച്ചിട്ടാണ്. ആ പ്രൊബേഷണറി പീരീഡ് എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ഒരു 3 month 6 month ഒക്കെ ആയിരിക്കും പ്രൊബേഷണറി പീരീഡ് ഒക്കെ ആയിട്ട് വരുന്നത് അല്ലേ. ആണോ? നെക്സ്റ്റ് നോക്കിയാൽ ഫൈനാൻസിങ് ആണ്.
ഓക്കെ, വായിച്ചു നോക്കേണ്ടതുണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ ആണോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എന്താണ് ഫൈനാൻസിങ്? The employee has to pay a portion of the cost of his or her coverage in several benefits plans. നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, ചെറിയ പോർഷൻ എംപ്ലോയീസ് ചില ബെനിഫിഷ്യൽ പ്ലാനുകൾക്കൊക്കെ വേണ്ടിയിട്ട് നീക്കിയിരിപ്പ് നടത്തേണ്ടതുണ്ടാവും. This can help the employer financially, or the fund which are saved from this can be used in facilitating other types of benefits to the employees. Okay, നമ്മൾക്ക് അറിയാം ഇങ്ങനെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ ഇങ്ങനെ എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും അത് സേവ് ചെയ്ത് മറ്റേതെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് അല്ലെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങളൊക്കെ അവിടെയുള്ള എംപ്ലോയീസിന് ലഭ്യമാക്കി കൊടുക്കാൻ അതുകൊണ്ട് സാധിക്കുന്നു. There are different types of arguments favoring and opposing the provision of employees contribution, but in most of the cases it is a point of argument as these kind of decisions are mainly taken on the basis of a competition or a collective bargaining. നമ്മൾക്കറിയാം എപ്പോഴും എന്തെങ്കിലും ഒരു പേയ്മെന്റ് അല്ലെ തീർച്ചയായിട്ടും എന്താണ് കുറച്ചൊരു ഭാഗം കോൺട്രിബ്യൂഷൻ നൽകണമെന്ന് എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമ്പോൾ അവിടെ ഒരു ആർഗ്യുമെന്റ് അല്ലെ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും എന്തെങ്കിലും അല്ലെ ബാർഗെയിൻ ചെയ്തിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഡിസിഷനിലേക്ക് അല്ലെ വിലപേശി ഇവിടെ തീർച്ചയായിട്ടും എന്താണോ എംപ്ലോയീസ് എന്താണോ മുടക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മുടക്കുന്ന വിധത്തിനനുസരിച്ചിട്ടുള്ള ഒരു റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഒരു കോൺട്രിബ്യൂഷൻ എംപ്ലോയി മുടക്കാൻ തയ്യാറാവുന്നത്. അപ്പൊ ഒരു വിലപേശലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിന് അവിടെ ഒരു ഡിസിഷനൊക്കെ അല്ലെ ഒരു തീരുമാനമൊക്കെ നടപ്പാക്കി കൊണ്ടുപോകുന്നത്. The employees tend to select voluntarily to or refuse the coverage in the situations where the contributory financing is implemented for the different types of benefits apart from pension plans. Okay, നമുക്ക് അറിയാം എന്താണ് അവിടെ ചില കാര്യങ്ങളൊക്കെ വോളണ്ടറി അല്ലെ സ്വമേധയാ ഉണ്ടാക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കൂട്ടായ വിലപേശല് അത് അടിസ്ഥാന എടുത്തിട്ടാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കണമെങ്കിൽ കൂടി അവിടെ എന്താണ് ചിലപ്പോ എന്താണ് കോൺട്രിബ്യൂഷന്റെ അളവിലൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. Then contributory financing is implemented for a different types of benefit apart from pension plans. അല്ലെ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള ആ ഒരു സാധാരണ PF പോലെയുള്ള അല്ലെ പെൻഷനുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോഴാണ് ഇപ്പൊ PF-ലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം എന്താണ് 0.75 എന്താണ് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 3.25 പോർഷൻ എന്താണ് എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു അല്ലെ. അവരുടെ ബേസിക് ആയിട്ടുള്ള പേനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ നടപടികളൊക്കെ ആകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരൊരു നെഗോഷിയേഷന്റെ അല്ലെ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലൊക്കെ അല്ലെങ്കിൽ വോളണ്ടിയർലി തന്നെ തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരാം. The cost to the employer will additionally get law based on the degree to which coverage is declined by few employees. Okay, നമുക്കറിയാം എന്തെങ്കിലും ഒരു നിയമം ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പോകുക അല്ലെങ്കിൽ എപ്പോഴും എന്താണ് അവിടെ എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഒരു ഫിനാൻസ് മുടക്കിയിട്ട് കൂടുതലായിട്ടുള്ള അല്ലെ ഒരു കവറേജുകൾ ഉണ്ടാക്കി കൊണ്ടുവരാനായിരിക്കും പൊതുവെ എംപ്ലോയർ താല്പര്യപ്പെടുന്നത്.
These savings can be minimized by negative choice which can result by those who select coverage. Additionally, if the option of refusing the coverage is available to the employees, the employees himself or his or her defensibility without the coverage in case of any occurrence of loss. Okay, നമുക്കറിയാം എംപ്ലോയീസ് എപ്പോഴും നഷ്ടത്തിലോട് കൂടിയിട്ട് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കാനായിട്ട് അവർ താല്പര്യമെടുക്കില്ല അല്ലെ. തീർച്ചയായിട്ടും എന്താണോ അവരുടെ ആശ്രിതർക്കൊക്കെ ആണെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവണം എന്നായിട്ടായിരിക്കും എംപ്ലോയീസും ചില കോൺട്രിബ്യൂഷൻ ഒക്കെ നടത്തുന്നത് അല്ലെ. പൊതുവെ ഇൻഷുറൻസ് പാക്കേജിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ നടപടികളൊക്കെ അവിടെ സ്വീകരിക്കുന്നത് അല്ലെ. Then in comparison to non-contributory plans, the administrative cost is relatively higher in case of contributory plans. നമുക്കറിയാം എന്താണ് കോൺട്രിബ്യൂട്ടറി പ്ലാൻസിനെ അപേക്ഷിച്ച് കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ലാതെ എംപ്ലോയർ സ്വന്തം റിസ്കില് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജ് സ്വീകരിക്കുക, നടപടികൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് റിലേറ്റീവ്ലി അത് ഹയർ കോസ്റ്റ് ആയിരിക്കും അല്ലെ. ചിലവ് കൂടിയ ഒരു പരിപാടിയായിരിക്കും. എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് കുറച്ച് കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ചിലവ് എന്തായാലും എംപ്ലോയറിനെ സംബന്ധിച്ച് കുറവ് മുടക്കിയാൽ മതി അല്ലെ. ശരിയല്ലേ അല്ലേ? ലാസ്റ്റ് സെന്റൻസിൽ എടുത്ത് പറയുന്നത് ഇൻ കമ്പാരിസൺ ടു നോൺ കോൺട്രിബ്യൂട്ടറി പ്ലാൻസ് അല്ലെ. അവിടെ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ലാതെ എംപ്ലോയറിന്റെ ഭാഗത്തു നിന്ന് ഒരു സംഭാവനയും ഇല്ലാതെ എന്തെങ്കിലും പുറത്തുപോയത് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഇസ് റിലേറ്റീവ്ലി ഹയർ ഇൻ കേസ് ഓഫ് കോൺട്രിബ്യൂട്ടറി പ്ലാൻസ് അല്ലെ. അത് കൂടുതലാണ് അല്ലെ. നോൺ കോൺട്രിബ്യൂട്ടറി കോസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ എന്താണ് അവിടെ ഹയർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ കോസ്റ്റ് ആയിരിക്കും, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആയിരിക്കും മാർക്ക് ഉണ്ടാവുക എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അവിടെ ഇപ്പൊ ഫൈനാൻസ് കിട്ടുന്നത് എപ്പോഴും എംപ്ലോയർ എന്തെങ്കിലും ഒരു മുടക്ക് മുതല് നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റിട്ടേൺ ബെനിഫിറ്റ്സ് കിട്ടുമെന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരിക്കും. ഒന്നില്ലെങ്കിൽ വ്യക്തികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചില ബെനിഫിഷ്യൽ പാക്കേജുകൾ അവരെ സ്വീകരിക്കുന്നത് അല്ലെ. താളന്റേതായിട്ടുള്ള വ്യക്തികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്, അല്ലാതെ ഹയർ റിസ്ക് എടുക്കാനായിട്ട് എംപ്ലോയർ മുൻകൈ എടുക്കണമെന്നില്ല. റിലേറ്റീവ്ലി ഹയർ കോസ്റ്റ് അല്ലെ, ഹയർ കേസ് കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ലാതെ എംപ്ലോയർ എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കുന്നുണ്ടെങ്കിൽ ഹൈ റിസ്ക് ആണ് അവര് ടേക്കൺ ചെയ്യേണ്ടത്. ക്ലിയറാണോ? കൂടി നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. പേഴ്സണൽ ഇന്റർവ്യൂസ് അല്ലെ, എംപ്ലോയീസ് ചോയ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഏത് രീതിയിലാണ് എംപ്ലോയീസിന് ഈ ഒരു ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കാനായിട്ട് പറ്റുക. അതായത് നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പാക്കേജുകളാണ് എംപ്ലോയർ എടുക്കേണ്ടത് അല്ലെ. അവർക്ക് കോസ്റ്റ് കുറച്ച് അവരിൽ നിന്ന് കോൺട്രിബ്യൂഷൻ കുറച്ച് ഉണ്ടാക്കിയാലും അവർക്ക് എന്തെങ്കിലും സാറ്റിസ്ഫൈഡ് ആക്കണം, അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടി അട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ അതായത് ആ ഒരു കമ്പനിയിൽ നിന്ന് വിട്ടുപോകലോ ഒന്ന് കുറച്ചുകൊണ്ട് വരണം അല്ലെ. ആ ഒരു ലക്ഷ്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ എംപ്ലോയർ അങ്ങനെ നടപ്പാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവര് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് പല രീതിയിലാണ് മനസ്സിലാക്കുന്നത് അല്ലെ. അത് ഏതൊക്കെ രീതിയിലാണ്? ഡിഫറെന്റ് മെത്തേഡ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗെയിനിങ് ദ viewpoints and choice of the employees regarding different benefits plan are stated below. അതായത് വീക്ഷണകോണുകളിൽ അല്ലെ, നമ്മൾ വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് അല്ലെ, ഈ ഒരു ചോയ്സ് ഏത് രീതിയിലും എങ്ങനെയാണ് അല്ലെ, ഏത് ബെനിഫിറ്റ്സ് ആണ് കൊടുക്കണേ എന്നുള്ള ചോയ്സ് വിവിധ രീതികൾ ഉപയോഗിച്ചിട്ട് തന്നെ അനലൈസ് ചെയ്യാം. ഫസ്റ്റ് പറയുന്നത് പേഴ്സണൽ ഇന്റർവ്യൂ. ഒരു പേഴ്സൺ അവരുടെ എംപ്ലോയീസിനെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ നടത്തി എന്താണ് അവരുടെ ബെനിഫിഷ്യൽ, അവരുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ്. ദ മോസ്റ്റ് എഫക്റ്റീവ് മാർക്കറ്റിംഗ് റിസർച്ച് മെത്തേഡ് ഫോർ എ സ്മോൾ ഓർഗനൈസേഷൻ ഓർ ഫോർ എ ബെനിഫിറ്റ് പ്ലാൻ വിച്ച് ഇൻക്ലൂഡ് ഓൺലി എ ലിമിറ്റഡ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഈസ് എ പേഴ്സണൽ ഇന്റർവ്യൂ അല്ലെ. നമുക്കറിയാം വിത്ത് എംപ്ലോയീസ് either ഇൻഡിവിജ്വലി ഓർ സ്മോൾ ഗ്രൂപ്പ്സ്. അതായത് ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് മാർക്കറ്റിംഗ് റിസർച്ച് മെത്തേഡ് ഇങ്ങനെയുള്ള എംപ്ലോയീസ് ബെനിഫിറ്റ്സ് പ്ലാനുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ഗവേഷണം നടത്തല് ഏറ്റവും
മോസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. പ്രത്യേകിച്ച് ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ, ചെറിയ ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂ നടത്തിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും. This can also be seen as the most cost effective method. മാത്രമല്ല അത് ഒരുപാട് ചെലവ് അല്ലെ, ചെലവൊന്നും നല്ല ഒരു പ്രവർത്തനമല്ല, ചെലവ് കുറഞ്ഞൊരു രീതി തന്നെയാണ്. അപ്പൊ എംപ്ലോയീസ് ചോയ്സ് വ്യത്യസ്ത രീതിയിൽ നമുക്ക് നടപ്പാക്കാം. പേഴ്സണൽ ഇന്റർവ്യൂ ആണെങ്കിൽ സെക്കൻഡ് സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യനെയർ ആണ്. അതോടൊപ്പം തന്നെ തേർഡ് പോയിന്റ് ഉണ്ട് അല്ലെ, സോഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ്. റിസർച്ച് മെത്തേഡ് രീതിയിൽ, ഗവേഷണ രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ, ചോയ്സ് കണ്ടെത്താനായിട്ട് സാധിക്കും. അല്ല, പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അധികം ചെലവില്ലാത്തതും അതേമാതിരി തന്നെ എളുപ്പത്തിലുള്ള ഒരു രീതിയാണ്. ചെറിയ ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഈ ഒരു രീതി ഫോളോ ചെയ്യാവുന്നതാണ്. സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മൾ കണ്ടെത്തുന്ന ഒരു രീതിയാണെങ്കിൽ there are mainly two portion in a simplified questionnaire. രണ്ട് പോർഷൻ ആണ് ഇതിലുള്ളത്. The first one is used to determine the benefit preference, while the other portion is aimed to determine the benefit preference, while the other portion is aimed to determine the demographic details such as age, gender, years of service, marital status, salary, age, etc. ഇത് രണ്ട് രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കാറുണ്ട്. ഒന്ന് നമുക്കറിയാം, ഓരോരുത്തരുടെയും ബെനിഫിറ്റ് പ്രിഫറൻസ് എന്തിനാണോ ഇന്റർനെ കൊടുക്കണേന്നുള്ള കാര്യം അറിയുമ്പോൾ. മറ്റൊന്ന് ഓരോ ഗണം തിരിച്ച് അല്ലെ, ഓരോ ഏജും ജെൻഡറും ഇയറും ഒക്കെ വെച്ചിട്ട്, ഇയർ ഓഫ് സർവീസ്, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഓരോരുത്തർക്കും ഏത് രീതിയിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളാണ് അല്ലെ. നമുക്കറിയാം ഒരു ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെ ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ പാക്കേജ് അല്ലെ, അവർക്കൊരു സ്റ്റൈഫൻഡോട് കൂടിയിട്ടുള്ള ഒരു ട്രെയിനിങ് എടുത്ത് അട്രാക്ട് ചെയ്യുന്ന രീതിയാണെങ്കിൽ നമുക്കറിയാം. പ്രൊമോട്ടഡ് ആയിട്ടുള്ള അല്ലെ, പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കാണെങ്കിൽ എന്താണ് ട്രെയിനിങ് സൗകര്യത്തോടൊപ്പം തന്നെ കുറച്ച് എന്താണ് പറഞ്ഞ തന്നെ എന്തെങ്കിലും അല്ലെ അവാർഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരൊക്കെ എംപ്ലോയീസ് ചെയ്യാൻ തക്ക വിധത്തിൽ കുറച്ച് അവാർഡുകളും പാരിതോഷികങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും. ഇപ്പൊ പലതരത്തില് ആ ഏജ് വെച്ചിട്ട് അങ്ങനെ വ്യത്യസ്ത രീതിയിൽ തന്നെ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫാക്ടേഴ്സുകളെല്ലാം തന്നെ മനസ്സിലാക്കിക്കാവുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നത്, ആസ് എംപ്ലോയി have to only rank and over indicate their preference. It is regarded as a simplified questionnaire. നമുക്കറിയാം അല്ലെ, ഒരുപാട് കാര്യങ്ങൾ സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടാണ് അവരുടെ മുൻഗണനാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നത്. The analysis of data collected will be difficult task and it will require the use of a computer if the organization is not a small one. Okay. നമുക്കറിയാം, ഇപ്പൊ ഓരോരുത്തരെയും നമ്മൾ വിളിച്ച് ഇങ്ങനെ ഓരോ ചോദിച്ചറിയുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ടാസ്ക് ആണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. To avoid upsetting the employees, it is important that the questionnaire is brief. ഓക്കെ, അവരെ ഒരുപാട് എന്താ പറയാ ഉദ്ദേശിക്കുന്നത് അല്ലെ, ഒരുപാട് സമയമൊക്കെ എടുത്ത് ക്വസ്റ്റ്യനെയർ എടുത്ത് ചെയ്ത് അവരിൽ നിന്ന് ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കണ്ടെത്തുമ്പോൾ അവർക്കത് അല്ലെ അവരുടെ എംപ്ലോയീസിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതി കൂടിയാവും. അപ്പൊ എപ്പോഴാണ് അവർക്ക് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ തന്നെ ചോദ്യങ്ങൾ കൊടുത്ത് അല്ലെ അവരിൽ നിന്ന് ഇൻഡസ്ട്രിയുമായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളിൽ നിന്ന് കണ്ടെത്തുന്നതായിരിക്കും വളരെ ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെയാണോ? മറ്റൊരു കൂടെയുണ്ട്, ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അതായത് 3 രീതിയിലാണ് എംപ്ലോയീസിനെ ചോദിച്ചറിയുന്നത്.
First one personal interview, second one simplified questionnaires, then third one എന്താണ് certificated എന്നുണ്ടായി. Okay, just നോക്കാം. സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻ അതില് നമ്മൾ മനസ്സിലാക്കുക, സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നടത്തിയിട്ട് അവിടെയുള്ള എംപ്ലോയീസിൽ നിന്ന് എന്താണ് അവർ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കളക്ട് ചെയ്യുന്ന ഒരു ഇൻഫോർമേഷൻ രീതിയാണ്. ഓക്കെ, അപ്പൊ അതില് പ്രധാനമായിട്ടും പറയുന്നത് 2 പോർഷൻ ആണ് സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് യൂസ് ടു ഡിറ്റർമിൻ ദ ബെനിഫിഷ്യൽ preference, where other portion is aimed to determine the benefit preference. Okay, ഒരു സെന്റൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതായത് ക്ലിയർ ആണ് അല്ലെ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. റിപ്പീറ്റഡ് ആയിട്ടുള്ള സെന്റൻസ് വരുന്നുണ്ട്. അതില് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെങ്ങനെയാന്ന് നോക്കട്ടെ. എല്ലാവരെയും ഇങ്ങനെ തന്നെ റിപ്പീറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇതിൽ മാത്രം ഉണ്ടോ? ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ജസ്റ്റ് നോക്കാം. എന്താണ് കണ്ടത്? നമ്മൾ മനസ്സിലാക്കുക 2 പോർഷൻ ആണുള്ളത്. പ്രധാനമായിട്ടും പ്രിഫറൻസ് എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നടത്തുന്നത്. ഒന്നിലൂടെ അവരുടെ പ്രിഫറൻസ് ഐഡന്റിഫൈ ചെയ്യുന്നതോടൊപ്പം മറ്റൊരു പോർഷൻ ഏത് വിഭാഗക്കാർക്കാണ് ഇന്ന കാര്യങ്ങൾ അവർക്ക് അല്ലെ നമ്മൾ കണ്ടായിരുന്ന പലതരത്തിലുള്ള ഇതുണ്ട് അല്ലെ, ഏജ് ബാർ വെച്ചിട്ട് അവർക്ക് ഏതാണ് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യത്തിൽ അല്ലെ. നമുക്കറിയാം ഒരു പെൻഷൻ ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ PF പോലെയുള്ള ആനുകൂല്യങ്ങൾക്കായിരിക്കും അല്ലെ, മെഡിക്കൽ അലവൻസുകൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റീവ്. അതേസമയം ജസ്റ്റ് പേഴ്സൺസ് കുറച്ചും കൂടി എന്താണ് എൻജോയ്മെന്റ് തരത്തിലുള്ള അല്ലെ എന്തുകളൊക്കെ ആയിരിക്കും ബെനിഫിറ്റ്സുകളൊക്കെ ആയിരിക്കും അവര് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ഏജ് അനുസരിച്ചിട്ട്, ജെൻഡർ അനുസരിച്ചിട്ട്, ഇയേഴ്സ് ഓഫ് സർവീസ് അനുസരിച്ചിട്ട്, മാരിറ്റൽ സ്റ്റാറ്റസ് ഒക്കെ അനുസരിച്ചിട്ട് അവരുടെ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം ഒരു കമ്പനിയിൽ എന്തായാലും ബെനിഫിഷ്യൽ പാക്കേജുകൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവരൊരു സെപ്പറേറ്റ് ഓരോ വ്യക്തിക്കും മാത്രമായിട്ട് ഒരു നിശ്ചിത കവറേജ് കിട്ടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് അവൈലബിൾ ആക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് അനാലിസിസ് ഓഫ് ഡാറ്റ കളക്ടഡ് വിൽ ബി ഡിഫിക്കൽട്ട് ടാസ്ക്. ഇങ്ങനെ ഈ ഒരു അനാലിസിസ് നടത്തുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ്. എനിവേ എന്താണ് നമുക്ക് ഇങ്ങനെ ചോദിച്ചറിയാനായിട്ട് ബോർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൊടുത്ത് അവരെ എന്താണ് അവരിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് പകരം വളരെ കുറച്ച് അല്ലെ അപ്സെറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിന്ന് ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അല്ലേ? ക്ലിയറല്ലേ? ശരിയാണോ? നെക്സ്റ്റ് നമുക്ക് ഒരു പോയിന്റും കൂടി പറഞ്ഞു നിർത്തിക്കാം. എന്താണ് ലാസ്റ്റ് പോയിന്റ്? Sophisticated research method. The measurement of intensity of preference of employees is not possible in case of a personal interview and simplified questionnaires. Okay, നമുക്കറിയാം ചിലപ്പോഴൊക്കെ ഈ മെഷർമെന്റ് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അല്ലെ. The most sophisticated market research tools are employed by many firms so that it is possible to measure the significance of employees' preference related to different benefits plans. ഓക്കെ, മിക്കവാറും ചില ഓർഗനൈസേഷനുകളൊക്കെ കൃത്യമായിട്ട് ഗവേഷണം നടത്തിയിട്ടാണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളൊക്കെ തീരുമാനിക്കുക. അതായത് സങ്കീർണമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അത് സോൾവ് ചെയ്ത് പോകാനായിട്ട് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജ് കൊടുത്ത്
അവരെ നമ്മളെ പിടിച്ചു നിർത്താനൊക്കെ പറ്റുന്നതിന് വേണ്ടിയിട്ട് ചില ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ തീരുമാനിച്ചു കൊടുക്കുന്നത്. Then certain alternative plans have been formulated by employers. Then only these sophisticated research tool can be implemented. നമുക്കറിയാം ഓൾട്ടർനേറ്റീവ് അല്ലേ, ഒന്നിന് പകരം ഒരു അല്ലെ പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ കണ്ടെത്തിയിട്ടാണ് നമ്മൾ എന്താണ് ഏറ്റവും അനുയോജ്യമായ ഒന്ന് അവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് പലതരത്തിലുള്ള റിസർച്ചുകളൊക്കെ നടത്തിയിട്ട് അല്ലെ, അവിടെ സങ്കീർണമായിട്ടുള്ള ചില റിസർച്ച് ഗവേഷണങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള beneficial പാക്കേജുകളൊക്കെ നടപ്പാക്കുന്നത്. Most of the time simplified questionnaires and interviews are followed by these techniques, and it may require further interviews or use of questionnaires. Okay, നമുക്കറിയാം ഇതിൽ കൂടുതൽ പ്രധാനമായിട്ടും ചോദ്യാവലിയൊക്കെ നടത്തിയിട്ടാണ് ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കണ്ടെത്തുന്നത്. പക്ഷെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആവശ്യങ്ങൾ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കണ്ടെത്തിയിട്ട് അതിന് സങ്കീർണമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അല്ലെ പരിഗണിച്ചതിന് ശേഷമാണ് ഒരു ഡിസിഷനിലേക്ക് അവിടെ ബെനിഫിഷ്യൽ പാക്കേജിലേക്ക് തീരുമാനത്തിൽ എത്തുന്നത്. ഇതിൽ പല രീതിയിലുള്ള ചോദ്യാവലികളും അഭിമുഖങ്ങളൊക്കെ അല്ലെ അവിടെ പറയുന്നുണ്ട്. ടെക്നിക്സ് ഇന്റർവ്യൂസ് ഓർ യൂസ് ക്വസ്റ്റ്യൻസ് നടത്തുന്നുണ്ട്. ഇന്റർവ്യൂ ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഈ ഒരു കൃത്യമായിട്ടുള്ള ജ്യൂസിലേക്ക് എത്തുന്നത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് ഇത് കളക്ട് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് അതൊക്കെ ചെയ്യാമെന്നുള്ള കാര്യം മാത്രം വയ്ക്കാം. പിന്നെ ഏറ്റവും ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ഏത് രീതിയിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. പലതരത്തിലുള്ള വോയിസ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് തീരുമാനിക്കാനായിട്ട് ഏതൊക്കെ രീതി എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഓക്കെയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.